ഹലോ ഗൈസ്, ഇപ്പോൾ ഇവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ സമയം 5:45. സോ 5:45 സമയമായപ്പോഴുള്ള വെളിച്ചം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ അതേ ബാക്കിൽ നമ്മുടെ മൂൺചാട്ടൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പിന്നെ ആ ബാക്കിൽ ആ മലകളുടെ അവിടെ കേക്ക് നോക്കിയാൽ നമുക്ക് ഫോഗ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇതാണ് രാവിലെ 5:45 ആകുമ്പോൾ ഇവിടെ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഇട്ടിട്ടും കാര്യങ്ങളൊന്നുമല്ല. സോ ഞാൻ അന്ന് 6 മണിയായപ്പോൾ കാണിച്ചാണ്. ഇത് കുറച്ചുകൂടി 15 മിനിറ്റും കൂടി നേരത്തെയുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഓപ്പോസിറ്റിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടു, നമ്മുടെ സൺചേട്ടൻ ഇങ്ങനെ വരാൻ വേണ്ടി ഉദിക്കാൻ വേണ്ടി താഴ്ത്തുനിന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതാണ് കേട്ടോ ഗൈസ് രാവിലെ 5:45 കാഴ്ചകൾ. സോ നമ്മളെന്താണ് ഇത്ര നേരത്തെ എഴുന്നേറ്റേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വെല്ലൂര് നമ്മുടെ കോളേജിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാനും അബിയും കൂടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. സോ എന്തായാലും നമ്മളൊന്ന് റെഡിയായിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ റെഡിയായി ചെറിയ രീതിയിൽ നമുക്ക് ബ്രെഡ് മാത്രം ഒന്ന് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. സോ നമുക്ക് 9:30 പരിപാടി. അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് എത്തണം. സോ ഇവിടുന്ന് ഏകദേശം 1.5-2 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ഉണ്ട്. അപ്പോൾ എന്തായാലും പോയി റെഡിയായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ സമയം നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം പോകാൻ. സോ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ബസ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേലൂർ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ വെല്ലൂർ എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മുട്ടദോശ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയേക്കാണ്. സോ എന്തായാലും മുട്ടദോശ കഴിച്ചതിന് ശേഷം നമുക്ക് കോളേജിലോട്ട് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ കോളേജിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സോ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറാം. നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം പോയി റെസ്റ്റ് ചെയ്തിട്ട് പരിപാടിക്ക് പോകും. സോ ഗൈസ്, നമ്മളങ്ങനെ പരിപാടിക്ക് വന്നിട്ടുണ്ട്. സോ 10 മണിക്കാണ് നമ്മുടെ പരിപാടി. ഇത് എല്ലാവരും ദീപം കത്തിക്കുന്നുണ്ട്. അതിനുശേഷം കേട്ടോ നമ്മുടെ ചീഫ് ഗസ്റ്റ് പുള്ളിയുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സ്റ്റോളിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ രാവിലത്തെ സ്പീക്കറിൻ്റെ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോളിൽ നിന്നിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. സോ എന്തായാലും അതിൻ്റെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആരെങ്കിലും വരാനൊക്കെ. നമ്മുടെ പരിപാടി തുടങ്ങാൻ ഇനിയും ലേറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. സോ കഴിച്ചിട്ട് നമ്മളങ്ങനെ ലിംബ്ര ഗാർഡനിൽ കഴിക്കാൻ വന്നിരിക്കാം കേട്ടോ. സോ എന്തായാലും കഴിക്കട്ടെ. ഇന്നത്തെ ലഞ്ച് ചിക്കൻ പാസ്തയാണ് കേട്ടോ. നമ്മളങ്ങനെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മൾ പോയി സ്റ്റോളിലത്തെ പരിപാടികളൊക്കെ ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ വില്ലേജിൽ പോയപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു. അത് കണ്ടിട്ട് സീൻ സംഭവങ്ങളാണ്. സോ എന്തായാലും കണ്ടിട്ടോ നമ്മൾ റെഡി ആയിട്ട് വില്ലേജിലോട്ട് പോവാണ്. സോ എന്തായാലും പോയി നോക്കട്ടെ എന്താ പരിപാടി. അങ്ങനെ ഒരു ഫാർമറിനെ കണ്ടു. ഇനിയിപ്പോൾ അതേ അവിടെ നെല്ല് അറുത്തുകൊണ്ടിരിക്കുകയാണ് മെഷീൻ വെച്ചിട്ട്, കമ്പൈൻ ഹാർവെസ്റ്റർ വെച്ചിട്ട്. സോ അവിടെ പോയി നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് നോക്കാൻ പോവുകയാണ്. ഇട്ടിട്ടു കഴിച്ചിട്ട് എവിടെയാണോ കമ്പൈൻ ഹാർവെസ്റ്റർ വെച്ച് ഇറക്കണമുണ്ടോ അവിടെ എത്തിയിട്ട് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഹാർവെസ്റ്റ് ചെയ്തിട്ട് നെല്ല് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ നെക്സ്റ്റ് ഫാർമറിനെയും കണ്ടു. സോ പുള്ളി പറയുന്നതനുസരിച്ച് പുള്ളി ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും കണക്ക് വെക്കാറില്ല എന്നാണ് പറഞ്ഞത്. കണക്ക് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭ്രാന്ത് വരും എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. കാരണം ഇവിടെ ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് നെല്ലും കാര്യങ്ങളൊക്കെ കിട്ടുക. പിന്നെ പകുതി സമയത്ത് അവർക്ക് കിട്ടുന്നത് തന്നെ ബാക്കി ചിലവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ കണക്കൂട്ടി നോക്കുമ്പോൾ ഒന്നും ബാലൻസ് ഇല്ലാത്ത പോലെയാണ് കിട്ടുക. ചില സമയത്ത് ഒരു 10,000-20,000 രൂപ ഒക്കെ ബാലൻസ് കിട്ടുന്ന പോലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്.
അതുകൊണ്ട് കണക്കൊന്നും കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ചില സമയത്ത് ഇവർ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ഒന്നും കിട്ടൂല. ഇവർ പിന്നെ കടമൊക്കെ എടുത്തിട്ട് വേണം ബാക്കി പുതിയത് വീണ്ടും ഇറക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ വണ്ടി പുള്ളിയുടെയാണ്. വണ്ടി ആ കമ്പൈൻ ഹാർവെസ്റ്റർ പുള്ളിയുടെയാണ്, പുള്ളി ലോണിൽ മേടിച്ചതാണ്. പിന്നെ പുള്ളി പറഞ്ഞതനുസരിച്ച് പുള്ളി ഇപ്പോൾ കമ്പൈൻ ഹാർവെസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഒറ്റ ദിവസം കൊണ്ട് 80 സെന്റ് ഫുള്ള് നെല്ല് കൊയ്ത് ആ ഗ്രെയിൻസ് ആയിട്ട് കിട്ടും. ആ ഒരു ദിവസമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൂടി പോയാൽ ആ 3 മണിക്കൂർ കൊണ്ടാണ് പുള്ളി ഈ സംഭവം മൊത്തം ചെയ്ത് തീർക്കുന്നത്. പക്ഷേ പുള്ളി ആൾക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് അറക്കാനായിട്ട് ഒരു ദിവസം എന്തായാലും വേണ്ടി വരും. അതിന് ശേഷം പിന്നെ പുള്ളിക്ക് അത് ത്രഷിങ് ചെയ്യണം, അത് അടിച്ചിട്ട് വേണം അതിൻ്റെ ഗ്രെയിൻസ് തനിയാക്കാൻ. അങ്ങനെ നല്ല പണിയാണ്. പക്ഷേ ഇതിപ്പോൾ പുള്ളിക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പണിയും കാര്യങ്ങളൊക്കെ തീരും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വന്നതിൽ നിന്ന് നമുക്ക് അറിവ് നേടാൻ സാധിച്ചത്. സോ അത് നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം അല്ലേ? വീട്ടിൽ പോവാം. ഗൈസ്, ഇത് രാത്രി 10 മണിയൊക്കെ പെയ്യുന്ന മഴയാണ് കേട്ടോ. ഈ മഴ കാരണം നമ്മളെ റോഡിലൊക്കെ നിറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഇച്ചിരി വെള്ളം പൊങ്ങിയ ഒരു സമയമായിരുന്നു. തോളത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് പോലൂർ എത്തിയിട്ടുണ്ട്. സോ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് കയറും മുമ്പ് ഡിന്നർ അയച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഫുഡ് ട്രക്കിൽ ഡിന്നർ അയക്കും. അവിടെ നമ്മളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. കുറച്ച് ലേറ്റായി പോയി, സോറി ഗൈസ്. സോ ഇത്രയോടെ നമ്മൾ ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. വേസ്റ്റ് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ.